ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സാധാരണ ഞാൻ ഡേ ഇൻ മൈ ലൈഫ് അല്ലെങ്കിൽ വീഡിയോസൊക്കെ എടുക്കുമ്പം രാവിലെ എഴുന്നേറ്റ് പല്ല് തേച്ചു, കുളിച്ചു, ഫുഡ് ഉണ്ടാക്കി, ഫുഡ് കഴിച്ചു, ഇതൊക്കെയാണ് നമ്മുടെ യൂഷ്വൽ ആയിട്ടുള്ള വീഡിയോ അല്ലേ. അപ്പം ഡേ ഇൻ മൈ ലൈഫ് ചെയ്തിട്ട് അല്ലെങ്കിൽ ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്തിട്ട് എനിക്ക് എന്നെ മടുപ്പായി. അപ്പോൾ കാണുന്നവരുടെ കാര്യം അല്ലെങ്കിൽ കാണുന്നവരുടെ അവസ്ഥ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ ചിന്തിച്ചു, നാളെ എനിക്ക് ജോലിയുള്ള ദിവസമാണ്. അതായത് ഇന്നൊരു ഞായറാഴ്ചയാണ്. ഞായറാഴ്ച വൈകിട്ട് ഇപ്പം ഒരു 8:30 ആയപ്പോഴാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പം നാളെ എനിക്ക് ജോലിയുള്ള ദിവസമാണ്. അപ്പം ജോലിക്ക് പോകുന്ന ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാര്യം എപ്പോഴും വീട്ടിൽ ഇരിക്കുമ്പം ആ ഒരു വീട്ടിലിരുന്ന് നമ്മൾ ഫുഡ് ഉണ്ടാക്കി കഴിച്ചു, രാവിലെ എഴുന്നേറ്റ് വീട്ടിൽ വിളിച്ചു, ഇതൊക്കെ തന്നെയാണല്ലോ റിപ്പീറ്റ്. അത് വേണ്ട. ഓക്കെ, അപ്പം ഞാൻ ഇന്ന് വിചാരിച്ചു, ഇന്ന് എനിക്ക് നാളെ ഓഫീസിൽ പോകണം. അപ്പം എനിക്ക് കുറേ പരിപാടികളാണ്. ഞാൻ തലേ ദിവസം എല്ലാം സെറ്റാക്കി വെക്കും. അതെനിക്ക് നിർബന്ധമുള്ള കാര്യമാണ്. രാവിലെ കഴിഞ്ഞിട്ട് അതും ഇതും തപ്പി നടക്കുന്ന ശീലം എനിക്ക് ഇഷ്ടമേ അല്ല. അപ്പോൾ ഞാൻ രാത്രിയിലെല്ലാം എടുത്ത് സെറ്റാക്കി വെക്കും. അപ്പോൾ എനിക്ക് ബാഗ് സെറ്റ് ചെയ്ത് വെക്കണം. എൻ്റെ നാളെ കൊണ്ടുപോകാനുള്ള, എൻ്റെ ഓഫീസിൽ കൊണ്ടുപോകാനുള്ള ബാഗ് എല്ലാം സെറ്റാക്കി വെക്കണം. അതുപോലെ തന്നെ എൻ്റെ യൂണിഫോം ഒക്കെ തേക്കണം. അതൊരു വലിയ ടാസ്ക്കാണ്. എനിക്ക് മടിയുള്ള കാര്യമാണ്, അത് ചെയ്യണം. പിന്നെന്താ, അപ്പം ഫുഡ് ഞാനിപ്പോൾ കൊണ്ടുപോകാറുണ്ട്. ക്യാൻറ്റീനിലെ ഫുഡ് ഞാൻ ഇപ്പം മിക്ക ദിവസങ്ങളും കഴിക്കാറില്ല. ഞാൻ ഫുഡ് തന്നെ കൊണ്ടുപോകണം. അപ്പോൾ ഫുഡ് ഞാൻ ഓൾറെഡി എല്ലാം പാക്ക് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കും. രാവിലെ പോകുമ്പം അതെടുത്തിട്ട് ബാഗിൽ വെച്ചിട്ട് പോകും. അവിടെ ചെന്നിട്ട് മൈക്രോവേവിൽ ചൂടാക്കി കഴിക്കുക. അതാണ് പതിവ്. അപ്പം രാവിലത്തേക്കിന് എന്തെങ്കിലും ഉണ്ടാക്കണം. മിക്കപ്പോഴും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാറുണ്ട്. അത് ചീത്ത ശീലമാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അപ്പം കുറേ പേര് എന്നെ കണ്ടിന്യൂസ് വഴക്ക് പറയുന്നത് കൊണ്ടും ഫുഡ് കഴിക്കാത്തതിന് എന്നിങ്ങനെ വഴക്ക് പറയുന്നതുകൊണ്ടും ഞാൻ ഇപ്പം കഴിവതും എപ്പോഴും എന്തെങ്കിലുമൊക്കെ കഴിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. അല്ലെങ്കിൽ ഫുഡ് എന്തെങ്കിലും എടുത്തിട്ട് പോകും. ഓഫീസിൽ പോയിട്ട് അവിടെ ഇരുന്ന് കഴിക്കും. അതൊക്കെയാണ് ഇപ്പോൾ ചെയ്യുന്ന പരിപാടികളൊക്കെ ഉള്ളത്. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ബാഗാണ്. വാട്ട്സ് ഇൻ മൈ ബാഗ് ചെയ്യുന്ന പോലെ. വാട്ട്സ് ഇൻ മൈ ബാഗ് അല്ല, എന്തൊക്കെ ഞാൻ എൻ്റെ ബാഗിൽ കുത്തി നിറച്ചിട്ടാണ് ഓഫീസിൽ പോകുന്നത് നോക്കാം. അത്യാവശ്യം ഞാനങ്ങനെ എൻ്റെ ഒരു പ്രത്യേക സ്വഭാവം, ഞാൻ ഇന്നൊരു ബാഗ് കൊണ്ടുപോകണം, നാളെ വേറൊരു ബാഗ് ആയിരിക്കും കൊണ്ടുപോകുന്നത്. അപ്പോൾ ആ ഒരു സ്വഭാവമുള്ളതുകൊണ്ട് എല്ലാം എനിക്ക് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണം. അപ്പോൾ കഴിഞ്ഞ ആഴ്ച കൊണ്ടുപോയ ബാഗ് ഈ ആഴ്ച കൊണ്ടുപോയില്ല. അല്ലെങ്കിൽ കുറേ സാധനങ്ങളുള്ളപ്പം ഒരു ബാഗ് കൊണ്ടുപോകും, കുറച്ച് സാധനങ്ങളുള്ളപ്പം വേറൊരു ബാഗ് കൊണ്ടുപോകും. അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ശീലം. അപ്പം എന്തായാലും ഇന്ന് നമുക്ക് ഇന്ന് നമുക്ക് ബാഗ് പാക്ക് ചെയ്ത് നാളെ പോകാനായിട്ട് വെക്കാം. അപ്പം മറ്റ് സ്കൂളൊക്കെ പഠിക്കണം, നാളെ ബുക്കൊക്കെ എടുത്ത് ടൈം ടേബിളൊക്കെ നോക്കി ബുക്കൊക്കെ എടുത്ത് വെക്കുന്നത് പോലെ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഞാൻ ബാഗ് എടുത്തിട്ട് വരാം. ബാഗ് എടുത്ത് വന്നിട്ട് നമുക്ക് എല്ലാം കുത്തി നിറയ്ക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നൊരു സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് വീട്ടിലേക്ക് പോകാം. അപ്പം ബാഗ് റെഡി ആയിട്ടാണ്. അപ്പം ഈ ബാഗിലാണ് ഈ ബാഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ബാഗാണ് കേട്ടോ. അത് സിമ്പിൾ ബാഗാണ്, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ബാഗ്. എന്താണെന്ന് അറിയത്തില്ല, ഭയങ്കര കംഫർട്ടബിളാണ്. അതുപോലെ ബാഗാണല്ലോ, അപ്പോൾ പുറത്തിട്ട് നടക്കാം. അപ്പോൾ അതാണ് ഈ ബാഗിന് ഒരു പ്രത്യേകം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബാഗ്. ഞാൻ സാധാരണ പുറത്തൊക്കെ പോകുമ്പോഴാണ് ഈ ബാഗ് കൊണ്ടുപോകല്. ഇപ്പം പക്ഷേ ഞാൻ ജോലിക്ക് പോകുമ്പോൾ കൊണ്ടുപോകാറുണ്ട്. ബാഗ് കാലിയാണ്. ഇനി ഇതിലേക്ക് കുറേ സാധനങ്ങൾ നമുക്ക് നിറയ്ക്കാനുണ്ട്. അപ്പം മാൻഡേറ്ററി ഫാക്ടറായിട്ടുള്ളൊരു സംഭവമാണ് ഇത്. എൻ്റെ കൂടെ ഇല്ലാതെ ഞാൻ എങ്ങും പോകുന്നത്. അതായത് ഇവിടുത്തെ ക്ലൈമറ്റ് ഒട്ടും വിശ്വസിക്കാൻ പറ്റത്തില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് എൻ്റെ ബാഗിൽ ഞാൻ പ്രത്യേകിച്ച് ജോലിക്ക് പോകുമ്പോൾ ഞാൻ കുട കൊണ്ടുപോകാറുണ്ട്. കാര്യം കുട ഭയങ്കര ഞാൻ ഇട്ടേക്കും. ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ജോലി കഴിഞ്ഞ് വന്നപ്പം നല്ല മഴയായിരുന്നു. ആ സമയത്ത് എടുത്തതുകൊണ്ടാണ് ഇപ്പോൾ കുട വെളിയിലിരുന്നത്. എന്തായാലും ബാഗിലേക്ക് ആദ്യം വെക്കുന്ന സാധനം കൂടെയാണ്. കാര്യം ഒരു 5 മിനിറ്റ് നല്ല വെയിലാണെങ്കിൽ പെട്ടെന്നായിരിക്കും പിന്നെ പെട്ടെന്ന് മഴ വരുന്നത്. അപ്പം ഞാൻ ജോലിക്ക് പോകുന്നതുകൊണ്ട് തന്നെ നമ്മൾ യൂണിഫോമൊക്കെ ഇട്ടുകൊണ്ട് പോകുന്നതുകൊണ്ട് നനയാൻ പാടില്ല. അല്ലെങ്കിൽ ഭയങ്കര റിസ്ക് ഉള്ള കാര്യമാണല്ലോ. അതുകൊണ്ടാണ്. അപ്പം കുട വെച്ചു. പിന്നെ ഞാൻ എൻ്റെ എല്ലാ സാധനങ്ങളും കൂടെ ഈ ഒരു പൗച്ചിൻ്റെ അകത്താണ് ഇട്ടിരിക്കുന്നത്. അപ്പം ഇതിനകത്താകുമ്പം വെക്കാനും എളുപ്പമുണ്ട്, കൊണ്ടുപോകാനും എളുപ്പമുണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഇതന്നെ അങ്ങനെ വെക്കും. അപ്പം ഇതിനകത്ത് എന്തൊക്കെയാണെന്ന്, അത് കുറേ സാധനങ്ങളുണ്ട്. ഇതെൻ്റെ കാർഡാണ് കേട്ടോ. ഓഫീസിലെ ആക്സസ് കാർഡാണ്, ആക്സസ് കീ ആണ്. അപ്പം നമുക്ക് ഓഫീസിൽ കയറണമെങ്കിൽ ഈ കീ കാർഡ് വേണം. കീ കാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ കയറാൻ പറ്റുള്ളൂ. ഞാനത് എൻ്റെ പേരൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം ഈ കീ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആക്സസ് ചെയ്ത് കയറാൻ പറ്റത്തുള്ളൂ. പിന്നെ ഞാൻ ഫൈനാൻസിലായതുകൊണ്ട് നമുക്ക് സേഫ്, ലോക്കർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്യണമെങ്കിലും ഈ കീ വേണം. അപ്പം കീ ഇല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ 2 കീ ഉണ്ട്. എൻ്റെ കീ കാണാതെ പോയെന്ന് വിചാരിച്ചിട്ട് ഞാൻ പുതിയ കീ കട്ട് ചെയ്തതാണ് ഇപ്പം നിങ്ങൾ ആദ്യം കണ്ടത്. അപ്പം അങ്ങനെ 2 കീ. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഈ കീ എനിക്ക് കളഞ്ഞ് കിട്ടി, തിരിച്ച് കിട്ടി. അപ്പം കീ കാർഡാണ് ഇതിനകത്ത്. പിന്നെ എൻ്റെ കുറച്ച് വേറെ കാർഡെല്ലാം കൂടെ വെച്ചിട്ടുള്ള ഒരു
ഒരു സംഭവം അതിൻ്റെ അകത്ത് ടെസ്കോയിലെ കാർഡ്, എൻ്റെ ID കാർഡ്, യൂണിവേഴ്സിറ്റിയിലെ ID കാർഡ്, അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ അതിനകത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ഓയിസ്റ്റർ കാർഡ്, നമ്മുടെ ട്രാവൽ കാർഡാണ്, അതിനകത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചുമയുള്ളത് കൊണ്ട് സ്ട്രെപ്സിൽസും പാരസിറ്റമോളും വയറുവേദന വന്നാലും കഴിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് എൻ്റെ ലോക്കറിൻ്റെ കീ ആണ്, അവിടുത്തെ. പിന്നെ വീട്ടിലെ കീ, ഒരു ഹാൻഡ് ക്രീം, എൻ്റെ പിന്നെ ഒരു ചെറിയ പെർഫ്യൂം, പിന്നെ എൻ്റെ പേഴ്സ്. ഇത്തരം സാധനങ്ങളൊന്നും എല്ലാ പ്രാവശ്യവും കൊണ്ടു നടക്കാറില്ല. ഇതിനകത്ത് ഞാൻ കുറച്ച് കോയിൻസ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. കാര്യം പൈസ നമ്മളങ്ങനെ കൈ വെച്ചുകൊണ്ട് നടക്കാറില്ലല്ലോ. ഒരു കോയിൻസ് ഇതിനകത്ത് ഇട്ടേക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ചില ദിവസം ഞാൻ വിശന്നൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓഫീസിൻ്റെ വാതിക്കൽ ഗ്രെക്സ് ഉണ്ട്. അപ്പോൾ ഗ്രെക്സിൽ കയറിയിട്ട് എനിക്ക് അവിടുത്തെ സോസേജ് റോൾ ഭയങ്കര ഇഷ്ടമാണ്. 1 pound 20 pence മാത്രമേ ഉള്ളൂ സോസേജ് റോളിന്. അപ്പോൾ അത് കഴിക്കും. അതിനായിട്ടാണ് ഈ ചില്ലറ എടുത്ത് ബാഗിലിട്ടേക്കുന്നത്. അപ്പം അങ്ങനെ. പിന്നെ എൻ്റെ വിക്സ് ഇൻഹേലർ കിടപ്പുണ്ട്. പിന്നെ ഒരു ബുഷ്, ഒരു ലിപ്സ്റ്റിക്ക്, ഇത്രയും സാധനങ്ങളാണ് ഇതിനകത്തുള്ളത്. അപ്പം ഇതെല്ലാം കൂടെ ബാഗിൽ വെക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. അപ്പം ഞാൻ എന്തെങ്കിലും വെച്ചാൽ ഈ പൗച്ചിൽ എടുത്തു വെക്കുക. അതായത് കീ, എൻ്റെ കീ കാർഡ്, ഓയിസ്റ്റർ കാർഡ്, ലോക്കറിൻ്റെ കീ, ആക്സസ് കീ, ബാങ്ക് കാർഡ് ഇപ്പം എവിടെ പോയിന്ന് എനിക്കറിയില്ല. ബാങ്ക് കാർഡ് എവിടെ പോയി? ബാങ്ക് കാർഡ് മിക്കവാറും എൻ്റെ ജാക്കറ്റിൽ കാണുമായിരിക്കണം. ബാങ്ക് കാർഡ് കാണുന്നില്ലല്ലോ. ഓക്കെ, ബാങ്ക് കാർഡ് നമുക്ക് തപ്പാം. അപ്പം അത്, പിന്നെ വീടിൻ്റെ താക്കോല്, ലോക്കറിൻ്റെ താക്കോല്. അപ്പോൾ ഇതെല്ലാം എനിക്ക് എന്തും ആവശ്യമുള്ളതാണ്. അപ്പം ഇങ്ങനെയുള്ള സംഭവത്തിനകത്ത് ഇട്ടേക്കാണെങ്കിൽ മറക്കില്ലല്ലോ എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ ഇതെല്ലാം കൂടെ കൊണ്ടു നടക്കുന്നത്. അല്ലാതെ ഇത്രയും സാധനങ്ങൾ ഞാൻ ഇതെല്ലാം കൂടെ ചുമന്നുകൊണ്ട് പോകാൻ എനിക്കിഷ്ടമില്ല. അപ്പോൾ ഇനി ഇതിനകത്ത് വരാൻ പോകുന്നത് നാളെ നമ്മുടെ ഫുഡും എൻ്റെ ബോട്ടിലോട് എൻ്റെ കോഫി കപ്പുണ്ട്, അത് ഇതിനകത്ത് വരും. പിന്നെ ചില സമയത്ത് ഞാൻ എന്തെങ്കിലും ഫ്രൂട്ട്സ് എന്തെങ്കിലും കട്ട് ചെയ്തിട്ട് ഒരു ചെറിയൊരു കണ്ടെയ്നറിനകത്താക്കി അതും കൊണ്ടുപോകലുണ്ട്. ജോലി ചെയ്യുന്ന സമയത്ത് കഴിക്കും, അതിന് വേണ്ടിയിട്ട് കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ ബാഗിനകത്ത് ഉള്ളത്. ഞാൻ എൻ്റെ ബാങ്ക് കാർഡ് ഒന്ന് തപ്പിയിട്ട് വരാം. ഞാൻ ഓർത്ത് പണിപാളി, ബാങ്ക് കാർഡ് പോയി എന്ന് വിചാരിച്ചു. പക്ഷേ ബാങ്ക് കാർഡ് ഈ പൗച്ചിനകത്ത് തന്നെ ഉണ്ടായിരുന്നു. അപ്പം ബാങ്ക് കാർഡ്, ഇത്രയും സാധനങ്ങളാണ് കൊണ്ട് നടക്കാനുള്ളത്. അപ്പോൾ അത്രേ ഉള്ളൂ. ഇനിയിപ്പം അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാൽ യൂണിഫോം തേക്കണം. അതെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പരിപാടിയാണ്. പക്ഷേ യൂണിഫോം തേക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് യൂണിഫോം തേച്ചിട്ട് ബാക്കി വരാം. അതിനുശേഷം നമുക്ക് ഒന്ന് ഫ്രഷ് ആവണം, ഫുഡ് കഴിക്കണം, കിടക്കണം, രാവിലെ എഴുന്നേക്കണം. രാവിലെ എഴുന്നേറ്റിട്ട് ഈ വീഡിയോയുടെ ബാക്കി എടുക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എത്രത്തോളം അത് നടപ്പാകും എന്നെനിക്കറിയത്തില്ല. പക്ഷേ ഇല്ലയെന്നുണ്ടെങ്കിൽ വാട്ട്സ് ഇൻ മൈ ബാഗ് എന്ന് പറയുന്ന പോലെ തന്നെ ഈ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഞാൻ പോയി ഡ്രസ്സൊക്കെ തേച്ചിട്ട് വരാം. അങ്ങനെ ഡ്രസ്സൊക്കെ തേച്ചു, ഫ്രഷായി. തല നനച്ചില്ല, ഓൾറെഡി രാവിലെ കുളിച്ചപ്പോൾ തല നനച്ചു. അപ്പം ഫുഡൊക്കെ ഉണ്ടാക്കി എല്ലാം ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിന് ഒന്ന് ഫ്രഷായി. ഇനി താഴെ പോയി ഫുഡ് കഴിക്കണം. അതുപോലെ തന്നെ നാളത്തേക്കുള്ള ഫുഡ് എടുത്ത് വെക്കണം. പിന്നെ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങണം. അപ്പോൾ അതൊക്കെയാണ് ഇനിയുള്ള പരിപാടി. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വീഡിയോയുടെ ബാക്കി നാളെ രാവിലെ എങ്ങനെയാവും എന്ന് എനിക്കറിയില്ല. എന്തായാലും മാക്സിമം ഞാൻ ബാക്കി വീഡിയോ എടുക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ തിരിച്ച് വന്ന് ഉറങ്ങാനുള്ള പരിപാടി നോക്കാം. എന്നിട്ട് നാളെ രാവിലെ എടുക്കാം. ഇപ്പം തന്നെ 10:45, ഏകദേശം 10:30 കഴിഞ്ഞു. 10:40 ആയിട്ടുണ്ട്. അപ്പോൾ ഇനി താഴെ പോയി ഫുഡ് കഴിച്ചിട്ട് വരാം.